റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇറാൻ പരമോന്നത നേതാവ് ഖമേനി അടക്കമെന്ന് ആണവായുധങ്ങളുടെ പേരിൽ ലോകത്തെയാകെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയും പിന്നോട്ടു പോകാൻ ഇന്ത്യ തയ്യാറായിട്ടില്ലെന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. എക്കാലത്തും ആണവായുധ ആക്രമണം ഭീഷണി ഇന്ത്യക്കെതിരെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നവരാണ് ചൈനയടക്കമുള്ള ചില രാജ്യങ്ങൾ. എന്നാൽ ഇവരുടെ കളിയൊന്നും ഇനി ഇന്ത്യയുടെ മേൽ ഏൽക്കില്ല. കാരണം അത്രമേൽ കരുത്തരായിരിക്കുന്നു ഇന്ത്യ. വളരെ ശക്തനായ ഏതൊരു ശക്തിയെയും തകർക്കാൻ കഴിവുള്ള ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ അന്തർവാഹിനിയും പ്രവർത്തന സജ്ജമാകുകയാണ്. വിശാഖപട്ടണത്തെ ഷിപ്പ് ബിൽഡിംഗ് സെന്ററിലാണ് അരിഘട്ട് എന്ന് പേരിട്ട അന്തർവാഹിനി നിർമ്മിച്ചത്. ആണവ മിസൈലുകൾ അന്തർവാഹിനിയിലുണ്ടാക്കും. 2-3 മാസത്തിനകം ആണവ അന്തർവാഹിനി കമ്മീഷൻ ചെയ്യുമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2018 ഇന്ത്യയുടെ ആദ്യ അന്തർവാഹിനിയായ അരിഹന്ത് കമ്മീഷൻ ചെയ്തത്. 18 ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികൾ, ആണവായുധങ്ങൾ വഹിക്കാൻ കഴിയുന്ന 4 ആണവ അന്തർവാഹിനികൾ, ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന 6 അന്തർവാഹിനികൾ എന്നിവ ഇന്ത്യക്ക് ആവശ്യമുണ്ടെന്നാണ് പ്രതിരോധ വിദഗ്ധർ പറയുന്നത്. പാകിസ്ഥാന്റെയും ചൈനയുടെയും വെല്ലുവിളികൾ നേരിടാൻ കൂടുതൽ അന്തർവാഹിനികൾ നിർമ്മിക്കേണ്ടതുണ്ടെന്ന് അവർ വ്യക്തമാക്കുന്നുണ്ട്. ചൈനയ്ക്കിപ്പോൾ 60 അന്തർവാഹിനികളുണ്ട്. കൂടുതൽ അന്തർവാഹിനികൾ നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി ചൈന മുന്നോട്ടു പോവുകയാണ്. അരിഘട്ട് വരുന്നതോടെ ഇന്ത്യയുടെ സൈനിക ശേഷി വലിയ രീതിയിൽ ഉയരും. ആണവായുധങ്ങൾ വഹിക്കാൻ കഴിയുന്ന 3ാമത്തെ ആണവ അന്തർവാഹിനിയായ അരിദമൻ അടുത്ത വർഷം കമ്മീഷൻ ചെയ്യും. കൂടുതൽ ശേഷിയുള്ള ആണവ അന്തർവാഹിനികൾ നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങളും ഇന്ത്യ ആരംഭിച്ചിട്ടുണ്ട്.